ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ കഠിനമായ മരുഭൂമിയിൽ ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായി ആ പുണ്യം പിറന്നു. പക്ഷേ മകൻ ജനിക്കുന്നതിന് മുമ്പേ പിതാവ് അബ്ദുള്ള മക്കയെ വിട്ടു പോയിരുന്നു. ഒരു പിതാവിൻ്റെ തണലില്ലാതെ വളർന്ന ആ കുട്ടി തൻ്റെ 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും നഷ്ടപ്പെട്ട് ഒരു അനാഥനായി മാറി. എന്നാൽ ആ ബാലൻ വളർന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായാണ്. മക്കയിലെ കള്ളവും ചതിയും നിറഞ്ഞ ലോകത്ത് ഒരു തരി പോലും കള്ളം പറയാതെ ആരുടെയും മനസ്സ് നോവിക്കാതെ അദ്ദേഹം ജീവിച്ചു. അതുകൊണ്ട് തന്നെ മക്കയിലുള്ളവർ അദ്ദേഹത്തെ സ്നേഹത്തോടെ അൽ അമീൻ, അതായത് വിശ്വസ്തൻ എന്ന് വിളിച്ചു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ നബി ഖദീജ ബീവിയുടെ കച്ചവട കാര്യങ്ങൾ ഏറ്റെടുത്തു. അവിടുത്തെ വിശ്വസ്തത കണ്ട ഖദീജ ബീവി നബിയെ വിവാഹം കഴിച്ചു. ജീവിതം സമാധാനപരമായി മുന്നോട്ടു പോകുമ്പോഴും അക്കാലത്തെ മക്കയിലെ അനാചാരങ്ങളും പാവങ്ങളോടുള്ള ക്രൂരതയും നബിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. സമാധാനം തേടി അദ്ദേഹം മക്കയ്ക്കടുത്തുള്ള ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് പതിവായി പോകുമായിരുന്നു. ദിവസങ്ങളോളം അവിടെ ധ്യാനത്തിലിരിക്കും. അങ്ങനെ നബിക്ക് 40ാം വയസ്സിൽ ഒരു റമദാൻ മാസത്തിലെ രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്ന് ഗുഹയിൽ ഒരു പ്രകാശം നിറഞ്ഞു. അള്ളാഹുവിൻ്റെ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, വായിക്കുക. നബി പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് നബിയെ ചേർത്ത് പിടിച്ച് വീണ്ടും പറഞ്ഞു, വായിക്കുക. 3ാം തവണ മലക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. ഇതായിരുന്നു ഖുർആനിലെ ആദ്യത്തെ വചനങ്ങൾ. അവിടെ നിന്നാണ് ലോകത്തെ മാറ്റിമറിച്ച ആ മഹത്തായ ദൗത്യം ആരംഭിക്കുന്നത്. ഹിറാ ഗുഹയിലെ അനുഭവത്തിന് ശേഷം നബി സത്യം വിളിച്ചു പറയാൻ തുടങ്ങി. ആരാധ്യനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് കേട്ടതും മക്കയിലെ പ്രമാണികൾ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറി. അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നവർ അദ്ദേഹത്തെ കല്ലെറിയുവാനും കളിയാക്കുവാനും തുടങ്ങി. നബി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടിടുകയും വഴിയെ പോകുമ്പോൾ തലയിൽ മണ്ണു വാരി എറിയുകയും ചെയ്യുന്നു. തൻ്റെ പ്രിയ മകൾ ഫാത്തിമ കരഞ്ഞുകൊണ്ട് ആ മണ്ണ് തട്ടിക്കളയുമ്പോൾ നബി ശാന്തനായി പറഞ്ഞു, മോളെ കരയേണ്ട, നിന്റെ പിതാവിനെ അള്ളാഹു സംരക്ഷിക്കും. അവിടുത്തെ അനുയായികൾക്കും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ബിലാൽ എന്ന നിഗ്രോ അടിമയെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചത്ത് ഭാരമുള്ള കല്ല് കയറ്റി വെച്ചു. എന്നിട്ടും അദ്ദേഹം അഹദ് അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ നബി തൻ്റെ ശത്രുക്കളോട് പോലും പക കാണിച്ചില്ല. തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് സത്യം എന്താണെന്നറിയില്ല. അങ്ങനെ മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയായി. നബിയെ വധിക്കാൻ ശത്രുക്കൾ ഒരുമിച്ച് കൂടി. ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, മക്ക വിടുക, മദീനയിലേക്ക് പോവുക. നബി തൻ്റെ വിശ്വസ്ത സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖിനെ കൂട്ടി ആ രാത്രിയിൽ യാത്ര തിരിച്ചു. ശത്രുക്കൾ പിന്നാലെയുണ്ട്. അവർ സൗർ ഗുഹയിൽ അഭയം തേടി. ശത്രുക്കൾ ഗുഹയുടെ തൊട്ടു മുന്നിൽ വരെ എത്തി. അബൂബക്കർ പേടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, നബിയെ, അവർ താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും. അപ്പോൾ നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഗുഹാമുഖത്ത് ഒരു ചിലന്തി വല നെയ്യുകയും ഒരു പ്രാവ് മുട്ടയിട്ട് വിരിയിക്കുകയും ചെയ്തു. ഇവിടെ ആരും കയറിയിട്ടില്ല എന്ന് കരുതി ശത്രുക്കൾ മടങ്ങിപ്പോയി. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കു ശേഷം അവർ മദീനയിലെത്തി. മദീനയിലെ ജനങ്ങൾ നബിയെ വരവേറ്റത് പാട്ടുപാടിയും സന്തോഷിച്ചും കൊണ്ടാണ്. അവിടെ നബി ലോകത്തിന് കാണിച്ചു കൊടുത്തത് വലിയൊരു മാതൃകയാണ്. മക്കയിൽ നിന്ന് വന്നവരും മദീനയിലുള്ളവരും തമ്മിൽ അദ്ദേഹം സഹോദര ബന്ധം സ്ഥാപിച്ചു. തങ്ങളുടെ വീടും സമ്പത്തും അവർ പുതിയ അതിഥികൾക്കായി പങ്കുവെച്ചു. മദീനയിലെത്തിയ നബി ആദ്യം ചെയ്തത് ഒരു പള്ളി നിർമ്മിക്കുക എന്നതായിരുന്നു, മസ്ജിദുൽ നബവി. ആ പള്ളി പണിയുമ്പോൾ വലിയ നേതാവായ നബിയും സാധാരണക്കാരെ പോലെ കല്ല് ചുമന്നു. ഞാനൊരു നേതാവാണ്, നിങ്ങൾ പണിതോളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതായിരുന്നു അവിടുത്തെ ലാളിത്യം. മദീനയിൽ അക്കാലത്ത് യഹൂദികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു.
അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുവാൻ നബി മദീന ചാർട്ട് എന്നൊരു സമാധാന കരാറുണ്ടാക്കി. എല്ലാവർക്കും അവരവരുടെ മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും അദ്ദേഹം അനുവാദം നൽകി. ലോകത്തിലെ ആദ്യത്തെ രേഖാമൂലയുള്ള ഭരണഘടനയായിരുന്നു അത്. ഒരിക്കൽ നബിയുടെ അടുത്ത് ഒരു ജൂതൻ വന്നു. തൻ്റെ കടം ചോദിച്ചു. തൻ്റെ അനുയായിയായ ഉമർ ദേഷ്യപ്പെട്ടപ്പോൾ നബി അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമർ, നീ ചെയ്യേണ്ടിയിരുന്നത് കടം ചോദിച്ചവനോട് മാന്യമായി പെരുമാറുവാൻ എന്നെ ഉപദേശിക്കുകയും അവന് കടം വേഗത്തിൽ വീട്ടാൻ എന്നോട് പറയുകയുമായിരുന്നു. ശത്രുക്കളോട് പോലും ഇത്രയും നീതിയോടെയാണ് അദ്ദേഹം പെരുമാറിയത്. മൃഗങ്ങളോട് പോലും നബി കരുണ കാണിച്ചു. ദാഹിച്ചു വലഞ്ഞ ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. തൻ്റെ ജന്മനാടായ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട നബി 8 വർഷങ്ങൾക്ക് ശേഷം 10,000-കണക്കിന് അനുയായികളുമായി മക്കയിലേക്ക് തിരിച്ചെത്തി. രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു വിജയമായിരുന്നു അത്. ശത്രുക്കൾ ഭയന്നു വിറച്ചു. തങ്ങളെ പീഡിപ്പിച്ചതിനും മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിനും നബി ഇന്ന് പകരം വീട്ടുമെന്നവർ ഉറപ്പിച്ചു. കഅബയുടെ മുന്നിൽ തടിച്ചുകൂടിയ ആ ജനതയോട് നബി ചോദിച്ചു, ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ വിനീതരായി പറഞ്ഞു, അങ്ങൊരു ഉത്തമനായ സഹോദരനും ഉത്തമനായ സഹോദരപുത്രനുമാണ്. അപ്പോൾ ലോകം കണ്ട ഏറ്റവും കരുണയുടെ വാക്കുകൾ നബി ഉച്ചരിച്ചു, ഇന്ന് നിങ്ങളിൽ യാതൊരു കുറ്റപ്പെടുത്തലുമില്ല. എല്ലാവരും സ്വതന്ത്രരാണ്. പോയിക്കൊള്ളുക. നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ ഹംസയെ കൊന്നവരോടും തന്നെ കല്ലെറിഞ്ഞവരോടും അദ്ദേഹം പ്രതികാരം ചെയ്തില്ല. ആ സ്നേഹവും കരുണയും കണ്ട മക്കയിലെ ശത്രുക്കൾ ഒന്നടങ്കം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതായിരുന്നു നബിയുടെ യഥാർത്ഥ വിജയം. വാളുകൊണ്ടല്ല, സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ വിജയം. ഹിജ്റ 10-ാം വർഷം 10,000-കണക്കിന് അനുയായികളോടൊപ്പം നബി തൻ്റെ അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചു. അറഫ മൈതാനിയിൽ വെച്ച് തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധനം ചെയ്തു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. നബി പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു മേന്മയുമില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമാണ് ഒരാളെ മറ്റൊരാളേക്കാൾ ഉത്തമനാക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവെ ഭയപ്പെടുക. അവർക്ക് നിങ്ങളോട് കടമകളുണ്ട്, നിങ്ങൾക്ക് അവരോടും കടമകളുണ്ട്. പലിശ നിരോധിച്ചു. പരസ്പരം രക്തം ചിന്തരുതെന്ന് അദ്ദേഹം സംസാരിച്ചു. പ്രസംഗത്തിനവസാനം അദ്ദേഹം ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു, ജനങ്ങളെ, ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു. 10,000 ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അതെ, അങ്ങ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹുവേ, നീ ഇതിന് സാക്ഷിയാവുക. ഹിജ്റ 11-ാം വർഷം നബിക്ക് കടുത്ത പനി ബാധിച്ചു. നടക്കാൻ പോലും പ്രയാസമായ ആ ദിവസങ്ങളിലും അദ്ദേഹം പള്ളിയിൽ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ശ്രമിച്ചു. തൻ്റെ അന്ത്യനിമിഷങ്ങൾ അടുത്തെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അവസാനമായി പള്ളിയിൽ വന്നപ്പോൾ നബി ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെ, ഞാൻ ആരുടെയെങ്കിലും മുതുകിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, പകരം വീട്ടിക്കൊള്ളുക. ആരുടെയെങ്കിലും മാനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മാനം, പകരം വീട്ടിക്കൊള്ളുക. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് തൻ്റെ അനുയായികളുടെ മുൻപിൽ വിനയാന്വിതനായി നിന്നു. തൻ്റെ പ്രിയ പത്നി ആയിഷയുടെ മടിയിൽ തലവെച്ചു കിടക്കുമ്പോൾ നബി അവസാനമായി ഉരുവിട്ട വാക്കുകൾ, നിസ്കാരം, നിസ്കാരം. നിങ്ങളുടെ കീഴിലുള്ള കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവെ ഭയപ്പെടുക. അവസാനം, അള്ളാഹുവെ, ഏറ്റവും ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുണ്യജീവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ മദീന നിശ്ചലമായി. ശക്തനായ ഉമർ പോലും സങ്കടം സഹിക്കാനാവാതെ വാളൂരി നിന്നു. പ്രിയപ്പെട്ടവരെ, നബിയുടെ ജീവിതയാത്ര നമുക്ക് നൽകുന്നത് കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് ജീവിക്കുവാനുള്ള വഴികാട്ടിയാണ്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് ആയുധം കൊണ്ട് ലോകം കീഴടക്കാനല്ല,
മറിച്ച് സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാനാണ്. തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തന്നെ തടയാൻ മുള്ളു വിതറിയവരോട് കരുണ കാണിക്കുവാനും ആ വലിയ മനസ്സിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം ഇസ്ലാമിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് ലോകമെമ്പാടും പടരാനിരുന്ന ആ വലിയ വെളിച്ചത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് നാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം വാക്കുകളിൽ ഒതുങ്ങരുത്. നമ്മുടെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ അത് അറിയുന്നവരാകണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളുടെയും മനസ്സ് നോവിക്കരുത്. അറിവ് നേടുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നാം മുന്നിലുണ്ടാവണം. പ്രവാചകൻ കാണിച്ചു തന്ന ആ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതുപോലുള്ള അറിവുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും സന്ദേശങ്ങളും ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.